ജോഫോട്ടക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എല്ലാ യൂട്യൂബേഴ്സും അത്ര നല്ല കാര്യങ്ങളല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് ഇപ്പം തന്നെ അത്യാവശ്യം വ്യൂസ് കുറവാണ്, എല്ലാവർക്കും വ്യൂസ് കുറവുള്ള സമയമാണ്. നല്ല നല്ല വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ തന്നെ, ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ തന്നെ വ്യൂസ് ഒക്കെ കുറച്ച് കുറവാണ്. ഓക്കെ, എനിക്കും കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിന്നിട്ട് തന്നെ പിന്നെയും നമ്മുടെ വ്യൂസിനെ അടിച്ചമർത്താനുള്ള കുറച്ച് കാര്യങ്ങളാണ്, എനിക്ക് നല്ലതായിട്ട് തോന്നാത്ത 4 അപ്ഡേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നിങ്ങൾ പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ അപ്ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതായത് നമ്മളൊരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോക്കും അല്ലേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുന്ന ആൾക്കാർക്ക് യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ, നമ്മൾ ഓരോ വീഡിയോ പബ്ലിക് ആക്കുന്ന സമയത്തും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് പോകും അല്ലേ. പബ്ലിക് ആയിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വ്യൂസ് വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വഴി നമുക്ക് ഒരുപാട് വ്യൂസ് വരും. ഇപ്പം പെട്ടെന്ന് വന്നില്ലെങ്കിലും പിന്നെ അങ്ങോട്ട് ആരെയും നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ടാലും അങ്ങനെ വ്യൂസ് നമുക്ക് തരണം വരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ച ആളാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് എല്ലാ വീഡിയോസിലും നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കയറി കാണാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇനി നോട്ടിഫിക്കേഷൻ പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ്, ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ പറയലുണ്ട്, എനിക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ആർക്കും പോകുന്നില്ല, തീരെ വ്യൂസ് വരുന്നില്ല. അത് കാരണം ഇതാണ്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ പോകാത്തതിൻ്റെ കാരണം, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ 1-2 വീഡിയോസിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഇടുന്ന വീഡിയോസിന് അവർ ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ആ നോട്ടിഫിക്കേഷൻ മോൾ അവർ ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആ സബ്സ്ക്രൈബറിന് അല്ലെങ്കിൽ ആ ഒരു വ്യൂവറിന് നമ്മുടെ നോട്ടിഫിക്കേഷൻ പോകത്തില്ല. അവിടെ യൂട്യൂബ് വേണ്ടാന്ന് നോക്കും. കാരണം അവർക്ക് താല്പര്യമില്ലാത്ത, നമ്മുടെ ചാനൽ താല്പര്യമില്ല എന്നാണ് ആ നോട്ടിഫിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാത്തതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ആ നോട്ടിഫിക്കേഷൻ അവിടെ നിർത്തും, പിന്നെ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകില്ല. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ പോകുന്നതിൻ്റെ അളവ് കുറയും, വ്യൂസ് കുറയാനുള്ള ചാൻസ് ആണ്. അപ്പോൾ ഒരു മോശം അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേഷൻ ആയിട്ട് വന്നേക്കുന്നതും നമുക്ക് മോശമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്കും തോന്നുന്നത്. അടുത്തായിട്ട് വരുന്നത്, അതായത് ലോ ഹിസ്റ്ററി ബ്ലാങ്ക് പേജ്. അതായത് നമ്മളിപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളൊരു യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തിട്ട്, നിങ്ങളൊരു ഫസ്റ്റ് ടൈം ഒരു യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഹോം പേജ് തുറന്നു പോയി കഴിഞ്ഞാൽ, അപ്പോൾ അതായത് ഫോണിൻ്റെ അകത്ത് നിങ്ങളിതൊരു മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു മെയിൽ ഐ ഡി ലോഗിൻ ചെയ്യാണ്ട്, ഒരു ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യാതെ നിങ്ങളൊരു യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാ ഒരു ബ്ലാങ്ക് പേജ് ആകട്ടെ, ഒരു വൈറ്റ് കളറിൽ ബ്ലാങ്ക്, അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് അവിടെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതുവരെ ഹിസ്റ്ററി, അവിടെ ഒരു സംഭവം ഇല്ല. കാരണം നമ്മൾ ഇതുവരെ ഒന്നും സെർച്ച് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കതൊരിക്കലും എന്ത് ചെയ്യുക, അവിടെ ഒരു സംഭവം കാണിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കാലം നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൻ്റെ അകത്ത് കയറി കാണാതിരുന്ന് കഴിഞ്ഞാൽ, ഒരു നിശ്ചിത സമയം നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ അകത്ത് കയറാതിരുന്ന് കഴിഞ്ഞാൽ ആ ഹിസ്റ്ററി അവിടുന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തൂല. അതും നമുക്ക് മോശം ഒരു കാര്യമാണ്. കാരണം ഹോം പേജിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളല്ല, ഒരുപാട് കാലം വീഡിയോസ് യൂട്യൂബ് ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ നമ്മൾ ഈ ഒരു മെയിൽ ഐ ഡി ലോഗിൻ ചെയ്യാത്ത ഒരു പേജ് പോലെ തന്നെ ബ്ലാങ്ക് ആയിട്ടാണ് പിന്നെ കാണിക്കുക. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോസ് അവരുടെ ഹോം പേജിലോട്ട് എത്തൂല, നമ്മുടെ വ്യൂസ് കുറയാനുള്ളത് കാരണമായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്നതിൻ്റെ അടിയിൽ നമുക്ക് ക്ലിപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. 3ാമത്തെ അപ്ഡേഷൻ ആയിട്ട് വരുന്നതാണ് ക്ലിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ക്ലിപ്പ് എന്ന ഫീച്ചർ യൂട്യൂബ് എടുത്തു കളഞ്ഞു. ഓക്കെ, എടുത്തുകളെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഈ ക്ലിപ്പ് ഫീച്ചേഴ്സ് ഒരു ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും, അങ്ങനെ ഷെയർ ചെയ്യുന്നത് വഴി നമ്മുടെ ലോങ് വീഡിയോസിലോട്ട്, നമ്മുടെ ഫുൾ വീഡിയോസിലോട്ട് അതിനുള്ള വ്യൂസ് വരാനൊക്കെ ചാൻസ് ഉള്ള സംഭവമാണ് ഈ ക്ലിപ്പ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു ക്ലിപ്പ് ചെറിയൊരു കട്ടിങ് എടുത്ത് ആൾക്കാരല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് വേറെ ആരെങ്കിലും എടുത്ത് ഇടുന്നു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ഫുൾ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്ത ആൾക്കാർ കാണാനുള്ള ഒരു ചാൻസ് ആണ് ക്ലിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ആ ഒരു സംഭവം ഉണ്ടാവില്ല. ക്ലിപ്പ് ഫീച്ചർ യൂട്യൂബ് എടുത്തു കളഞ്ഞു. അത് നമുക്കൊരു മോശം അപ്ഡേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, 4ാമത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നല്ല രീതിയിൽ എഫക്ട് ചെയ്ത അപ്ഡേഷൻ ആണ്. കുറച്ച് കാലമായി വന്നിട്ട് ഇപ്പോഴാണ് അതിൻ്റെ പൂർണ്ണ രൂപം എടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ. ക്ലിപ്പ്, അതായത് നമുക്ക് ആസ്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ അപ്ഡേഷൻ ആണ്. ആസ്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കുറച്ച് മുമ്പേ വന്ന അപ്ഡേഷൻ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോസിൻ്റെ, അതായത് നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമ്മറി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമുക്ക് യൂട്യൂബേഴ്സ് കാണുന്ന വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കുന്ന ഒരു അപ്ഡേഷനാണ്. ഓക്കെ, അതായത് ആസ്ക് സ്റ്റുഡിയോ നമ്മുടെ വീഡിയോ എന്താണോ കണ്ടന്റ് അത് AI ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് സമ്മറി കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് എന്താണോ കണ്ടന്റ്, സാറ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ആ വീഡിയോ ആൾക്കാർ ഫുള്ള് കാണുമ്പോഴാണ് നമ്മൾ തുടക്കത്തിൽ നല്ലൊരു ഇൻട്രോ എല്ലാം കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് സസ്പെൻസ് ചെയ്യിപ്പിച്ച് നമ്മൾ ആ വീഡിയോ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കും അല്ലേ. പക്ഷെ ഇനി അങ്ങനെ പറ്റത്തില്ല. ഈ സമ്മറി വായിച്ചാൽ തന്നെ നമ്മുടെ വീഡിയോയുടെ ഉള്ളിൽ എന്താണ് സംഭവം എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ആ വീഡിയോ ഫുള്ളായിട്ട് കാണാനുള്ള ചാൻസ് കുറവാണ്. ആൾക്കാർ ആ വീഡിയോ ഫുള്ളായിട്ട് കാണാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാവും എന്താണ് സംഭവം ഉള്ളത്. പക്ഷേ ഇത് നമുക്ക് എല്ലാ രാജ്യത്തും നമുക്കിത് അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പം ഗ്ലോബലി അത് ഓക്കെ ആയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഈ ഒരു ഫീച്ചർ എനേബിൾ ആയി. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോയ്ക്ക് ആൾക്കാർ കണ്ടന്റ് എന്നാണ്. ചില ചാനലുകൾ കുഴപ്പമില്ല, ഈ ഫാമിലി വ്ലോഗ് ചാനലുകൾക്കൊന്നും കുഴപ്പമില്ല, അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഈ എന്താ പറയുക ട്യൂട്ടോറിയൽ ചെയ്യുന്ന ചാനലുകൾക്കൊക്കെയാണ് കൂടുതൽ എഫക്ട് ചെയ്യുക. കാരണം അവർ ഒരു എന്താ പറയുക ഈ കാര്യം വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ട്യൂട്ടോറിയൽ ചാനലുകൾക്കൊക്കെ പെട്ടെന്ന് ഐഡിയ കിട്ടും. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ഇംഗ്ലീഷ് അല്ല മലയാളത്തിൽ ഡബ് ചെയ്ത് വേണമെങ്കിലും വായിക്കാനാവും. അപ്പോൾ ഇതൊരു മോശം അപ്ഡേഷനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 അപ്ഡേഷനാണ് പുതിയതായിട്ട് വന്നേക്കുന്നത്. ഇത് 4ഉം നമുക്ക് യൂട്യൂബേഴ്സിന് ക്രിയേറ്റേഴ്സിന് കൂടുതൽ മോശമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.